നമസ്കാരം. കേരളത്തിലെ ഭൂമി നിയമങ്ങളില് പ്രത്യേകിച്ച് ഈ നെൽവയൽ തണ്ണീർത്തടം മാറ്റുന്ന കാര്യത്തിൽ കുറച്ച് പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇന്ന് നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം. നിങ്ങൾക്ക് സ്വന്തമായി ഭൂമിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വിഷയത്തിലൊരു താൽപ്പര്യമുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായും. ഈ പുതിയ ഭേദഗതികൾ ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഈ ഭൂമി മാറ്റുന്ന പ്രോസസ്സ് അത് കുറച്ചുകൂടി എളുപ്പമാക്കുക. പിന്നെ ഈ കാലതാമസം അത് പരമാവധി ഒഴിവാക്കുക. അതുപോലെ രേഖകളൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോ നിങ്ങളുടെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രധാന മാറ്റങ്ങൾ? അതെ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് പേര് സംസാരിച്ചൊരു വിഷയമാണ്. വീട് വെക്കാനായിട്ട് 25 സെന്റ് വരെയുള്ള നെൽവയൽ മാറ്റുന്ന നിയമം ലളിതമാക്കി എന്നത്. ചെറിയ പ്ലോട്ടുകൾക്കൊന്നും ഇനി പ്രത്യേകിച്ച് സൈറ്റ് ഇൻസ്പെക്ഷൻ വേണ്ട എന്നൊക്കെ കേൾക്കുന്നു. അതെന്താണ് സംഭവം? അതിലെന്തൊക്കെ ശ്രദ്ധിക്കണം? ശരിയാണ്. ഈ 25 സെന്റ് വരെയുള്ള മാറ്റത്തിന് നടപടിക്രമങ്ങൾ കുറച്ചുകൂടി സിമ്പിൾ ആക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അതായത് ഈ ഭൂമി നിങ്ങളുടെ കൈവശം 2008 ഓഗസ്റ്റ് 12 മുന്നേ ഉണ്ടായിരുന്നതായിരിക്കണം. അതൊന്നാമത്തെ കാര്യം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അതേ ജില്ലയിൽ വേറെ വീടുണ്ടാകാനും പാടില്ല. അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. അതെ. പിന്നെ വീട് വെക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഇളവ്. സിറ്റി ഏരിയയിലാണെങ്കിൽ 5 സെന്റ് വരെ, ഗ്രാമപ്രദേശങ്ങളിൽ 10 സെന്റ് വരെ. അങ്ങനെ ഒരു ലിമിറ്റുമുണ്ട്. ഈ പരിധികൾ ശ്രദ്ധിക്കണം. ഓഹോ, അപ്പൊ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ ഫീസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? 25 സെന്റ് വരെ ഫീസ് ഇല്ലാന്ന് കേട്ടല്ലോ, അത് ശരിയാണോ? അവിടെയാണ് പലർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത്. ശരിയാണ്, 25 സെന്റ് വരെയുള്ള ഭൂമി മാറ്റാൻ ഫീസ് വേണ്ടാന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ആർക്കാണ് കിട്ടുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആകെ ഭൂമി, അതായത് നിങ്ങളുടെ പേരിലുള്ള ടോട്ടൽ ലാൻഡ്, അത് 25 സെന്റിൽ കുറവാണെങ്കിൽ മാത്രമേ ഈ ഫീസ് ഇളവ് കിട്ടൂ. ഓ, അപ്പൊ മൊത്തം കൈവശമുള്ള ഭൂമിയുടെ അളവാണ് നോക്കുന്നതല്ലേ? അതെ അതെ. നിങ്ങൾക്കിപ്പോ ഒരു 30 സെന്റ് ഭൂമിയുണ്ട്, അതിൽ ഒരു 5 സെന്റാണ് വീട് വെക്കാൻ മാറ്റുന്നതെങ്കിലും ഫീസ് ഇളവ് കിട്ടില്ല. കാരണം നിങ്ങളുടെ ടോട്ടൽ ഹോൾഡിംഗ് 25 സെന്റിന് മുകളിലാണ്. ശരി ശരി. ഇനി നിങ്ങളുടെ ആകെ ഭൂമി 25 സെന്റിനും 1 ഏക്കറിനും ഇടയിലാണെങ്കിൽ മാറ്റുന്ന സ്ഥലത്തിന്റെ ന്യായവിലയുടെ, അതായത് ഫെയർ വാല്യൂ, സർക്കാർ നിശ്ചയിച്ച വില, അതെ, ആ ഫെയർ വാല്യൂവിന്റെ 10% ഫീസ് കൊടുക്കണം. ഇനി 1 ഏക്കറിന് മുകളിലാണ് നിങ്ങളുടെ ആകെ ഭൂമിയെങ്കിൽ ഈ ഫീസ് 20% ആകും. ഓക്കെ. അപ്പൊ ആകെ കൈവശമുള്ള ഭൂമിയുടെ അളവ് വെച്ചാണ് ഫീസിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നത്. ഇനി വേറൊരു പ്രധാന കാര്യം കേട്ടത് ഈ അപേക്ഷ കൊടുക്കുന്നതിന് മുൻപ് പോക്കുവരവ് നിർബന്ധമാക്കി എന്നതാണല്ലോ. എന്താണ് ഈ പോക്കുവരവ്? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മാറ്റമാണ്. പോക്കുവരവ്, അതായത് മ്യൂട്ടേഷൻ. അത് നിർബന്ധമാക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ ഓണർഷിപ്പ് ക്ലിയർ ആണെന്ന് ഉറപ്പാക്കാനാണ്. ഭൂമി നിങ്ങളുടെ പേരിൽ തന്നെയാണെന്ന് റവന്യൂ രേഖകളിൽ കൃത്യമായി വന്നിരിക്കണം. അതായത് ഉടമസ്ഥാവകാശം തെളിയിക്കാൻ. അതെ. അപേക്ഷ കൊടുക്കുന്നതിന് മുന്നേ ഈ പോക്കുവരവ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അപേക്ഷ റിജക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭൂമി ഇടപാടുകളിൽ ഒരു സുതാര്യത കൊണ്ടുവരാനും നല്ലതാണ്. ഈ സുതാര്യതയുടെ ഭാഗമായിട്ടാണോ ഈ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ വരുന്നത്? എന്റെ ഭൂമി പോർട്ടൽ, പിന്നെ ഡിജിറ്റൽ റീസർവേ എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ സാധാരണക്കാർക്ക് എത്രത്തോളം എളുപ്പമാകും? തീർച്ചയായും. ഈ എന്റെ ഭൂമി പോർട്ടൽ, ഡിജിറ്റൽ റീസർവേ, അതുപോലെ ഓരോ പ്ലോട്ടിനും ഒരു യുണീക്ക് തണ്ടക്കയർ ID കൊടുക്കുന്നതൊക്കെ രേഖകൾ എളുപ്പത്തിൽ കിട്ടാനും സേവനങ്ങളൊക്കെ സ്പീഡാക്കാനും വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ ചോദിച്ചതിൽ കാര്യമുണ്ട്. ഈ ഡിജിറ്റൽ സിസ്റ്റംസ് എല്ലാവർക്കും ഒരുപോലെ ആക്സസിബിൾ ആകുമോ, അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ കണ്ടറിയണം. എങ്കിലും കാര്യങ്ങൾ ഓൺലൈനായി ചെയ്യാൻ പറ്റുന്നത് എന്തായാലും ഈ അപേക്ഷ കൊടുക്കുന്ന പണികളൊക്കെ കുറച്ചുകൂടി സ്പീഡാക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. പിന്നെ ഇതൊക്കെയുണ്ടെങ്കിലും സാധാരണക്കാരുടെ സംശയങ്ങൾ തീർക്കാനും ചെറിയ അപേക്ഷകളൊക്കെ പെട്ടെന്ന് തീർപ്പാക്കാനും താലൂക്ക് തലത്തിൽ ഡെപ്യൂട്ടി കളക്ടർമാരുടെ നേതൃത്വത്തിൽ അദാലത്തുകൾ നടത്തുന്നുണ്ട്. അതും നല്ല കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കണം. 2018 2021 നിയമത്തിൽ ഭേദഗതികൾ വന്നിരുന്നു. അതൊക്കെ 2017 ഡിസംബർ 30 ശേഷം കൊടുത്ത അപേക്ഷകൾക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ. അതിനു മുൻപുള്ള അപേക്ഷകൾ പഴയ രീതിയിൽ തന്നെയായിരിക്കും. ശരി. ഇനിയിപ്പോ ഈ വ്യവസായ ആവശ്യങ്ങൾക്കുള്ള ഭൂമി മാറ്റുന്ന കാര്യത്തിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ? 15 ഏക്കർ എന്നത് 100 ഏക്കർ ആക്കുന്നോ എന്നൊരു സംസാരം കേട്ടല്ലോ. അതുണ്ട്.
വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റാവുന്ന ഭൂമിയുടെ ലിമിറ്റ് 15 ഏക്കറിൽ നിന്ന് 100 ഏക്കറായിട്ട് കൂട്ടാനൊരു നിർദ്ദേശം ഗവൺമെന്റിന്റെ മുന്നിലുണ്ട്. ഇത് വലിയ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റുകൾക്കൊക്കെ ഒരുപക്ഷെ സഹായകമായേക്കാം. പക്ഷേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലെ അടിസ്ഥാന ഭൂപരിഷ്കരണ നിയമമുണ്ടല്ലോ, അതിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല എന്നാണ് ഗവൺമെന്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ മാറ്റങ്ങളൊക്കെ എന്താ പറയാ, പ്രൊസീജിയർ സിമ്പിൾ ആക്കുമ്പോഴും നിയമം മിസ്യൂസ് ചെയ്യാതെ നോക്കാനും കറക്റ്റ് ആവശ്യങ്ങൾക്ക് ഭൂമി മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യാനുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിയമങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാലും ഓരോ കേസും അതിൻ്റേതായ കണ്ടീഷൻസ് അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക. ഈ മാറ്റങ്ങളൊക്കെ ലോങ് ടേമിൽ നമ്മുടെ സംസ്ഥാനത്തെ ഭൂവിനിയോഗത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നോക്കിയിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ഈ മാറ്റങ്ങൾ സംസ്ഥാനത്തെ ഭൂമിയുടെ ഉപയോഗത്തെയും ഡെവലപ്മെന്റിനെയുമൊക്കെ എങ്ങനെയാണ് ഭാവിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ അത് ശരിക്കും ഈ ഇടപാടുകളൊക്കെ സിമ്പിളും സ്പീഡും ആക്കുമോ, അതോ പുതിയ ചില തടസ്സങ്ങൾ ഉണ്ടാക്കുമോ? ഇതൊക്കെ നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാവുന്നൊരു കാര്യമാണ്.